എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ വഴിനീളെ നടന്ന് കുശലമൊക്കെ പറയുന്ന നമ്മുടെ കുട്ടപ്പനെയും മുടിയനമ്മാവനെയാണ് കാണിക്കുക. ഇത്തവണ നിങ്ങൾ എനിക്ക് എന്ത് പുതിയ ടെക്നിക്കാണ് പറഞ്ഞു തരാൻ പോകുന്നത്? കഴിഞ്ഞ തവണ വെള്ളത്തിൽ കൂടെ ഓടിച്ചു, ഇത്തവണ ഇനി തീ കൂടെ ഓടിക്കോ അതോ കാറ്റത്ത് പറത്തിക്കോ? എന്താണെങ്കിലും സൂപ്പർ ആയിരിക്കും എന്റെ പൊന്നാര കട്ടയെന്നും പറഞ്ഞിട്ട് അമ്മാവന്റെ നെഞ്ചത്തേക്ക് പിടച്ചു കയറുമ്പോ നമ്മുടെ ജിറയ്യ മാമന് അത് തീരെ പിടിക്കില്ല. അറ്റ്ലീസ്റ്റ് നിനക്കെന്റെ മുടിയുടെ നര കണ്ടിട്ടെങ്കിലും എനിക്ക് കുറച്ച് റെസ്പെക്ട് തന്നൂടെ? ഞാൻ വളരെ വലിയൊരു മുനിവറാണ്, എനിക്ക് നിന്റെ ഹൊക്കാകെ കഴിഞ്ഞും കൂടുതൽ പവർ ഉണ്ടെന്ന് ആള് പറയുമ്പോ നമ്മുടെ കുട്ടപ്പന് കാര്യമൊന്നും പിടിയിട്ടില്ല. മുനിവറ അതെന്താ ചാതനെന്ന് നമ്മുടെ കുട്ടപ്പൻ ചോദിക്കുമ്പോ നമ്മുടെ ജിറയ്യ മാമൻ പിന്നെ ഒന്നും നോക്കൂല, തുള്ളിച്ചാടി പാട്ടൊക്കെ പാടി, ഞാനാണ് ജിറയ്യ, എനിക്ക് ഒരുപാട് പവറുകളുണ്ട്, എന്റെ പേര് കേട്ടാലേ ആൾക്കാര് ട്രൗസറും പൊക്കി ഓടും, വില്ലന്മാരുടെ പേടി സ്വപ്നം, ദ റിയൽ ജിറയ്യ എന്ന് പറഞ്ഞ് അവൻ ചാടിത്തുള്ളുമ്പോ കുട്ടപ്പനാവട്ടെ വലിയ രസമൊന്നുമില്ല, ഞാൻ നടക്കട്ടെ എന്ന് പറഞ്ഞ് കുട്ടപ്പൻ മുമ്പോട്ട് നടക്കുമ്പോൾ നമ്മുടെ പാവം മാമനാവട്ടെ ചമ്മി ഐസായി പോവും. കുട്ടപ്പൻ പറയും, നീ വലിയ ജീനിയസ് ആണെന്നല്ലേ പറഞ്ഞേ, അപ്പൊ നിന്റെ കൂടെ കമ്പാനിയനായിട്ട് നിന്റെ കൂടെ തെരഞ്ഞെടുത്തെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത്രയ്ക്ക് സൂപ്പർ ആയതുകൊണ്ടല്ലേ എന്ന് കുട്ടപ്പൻ ചോദിക്കും. അവന്റെ ഓർമ്മകൾ വരുന്നത് കൊണ്ടാണ് ഞാൻ നിന്നെ കൂടെ കൂട്ടിയെന്ന് മാമൻ പറയുമ്പോൾ നമ്മുടെ കുട്ടപ്പനാവട്ടെ 100% ഹാപ്പിയാവും. നമ്മുടെ കുട്ടപ്പൻ ഒരുപാട് സന്തോഷിച്ച് ഞാനും ഒരു ഹൊക്കാഗി ആകാൻ പോകുന്നു എന്ന് പറഞ്ഞ് ചാടി മറിഞ്ഞ് ഒരു പട്ടിക്കാട്ടത്തിൽ പോയി ചവിട്ടും. ഇത് കണ്ട് മാമനാവട്ടെ, യു ആർ അൺബിലീവബിൾ, നിന്നെ കൂടെ കൊണ്ടുപോകാനേ പറ്റത്തില്ല, നിന്റെ പവറും ഡിറ്റർമിനേഷനും കണ്ടിട്ട് മാത്രമാണ് ഞാൻ നിന്നെ കാണാൻ എന്റെ ശിഷ്യനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞത്. ബാക്കി എല്ലാ തരത്തിലും നീ വലിയൊരു മണ്ടനാണെന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടപ്പന് ഒരുപാട് വിഷമാവും. കട്ട് ചെയ്ത ലീഫ് വില്ലേജിലെ ഓരോ വീടുകളും സ്കൂളുകളും എല്ലാവരും ചേർന്ന് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പെങ്കൊച്ച് സാക്കുറയും ഒട്ടും തന്നെ മടി കാണിക്കാതെ അവരുടെ കൂടെ കൂടും. അപ്പൊ അവളുടെ അമ്മ അവളെ വിളിച്ച് ഈനോയ്ക്ക് കുറച്ച് സ്വീറ്റ്സ് കൊടുക്കാനായിട്ട് സാക്കുറയുടെ കയ്യിൽ ഏൽപ്പിക്കും. സാക്കുറ കൈ നിറയെ മിഠായികളുമായിട്ട് ഈനോയുടെ അടുത്ത് പോകുമ്പോൾ അവളുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും, കുറച്ച് മുട്ടായി അവളുടെ ഇഷ്ടപ്രാണേശ്വരനായിട്ടുള്ള സാസുകയ്ക്ക് കൊടുക്കണം, മാത്രമല്ല കൊതിയൻകുട്ടനായിട്ടുള്ള കുട്ടപ്പനും കുറച്ച് കൊടുക്കണം. കട്ട് ചെയ്ത നമ്മുടെ കുട്ടപ്പന്റെ ഒരു ഫ്ലാഷ് ബാക്ക് അവൾ ആലോചിച്ചെടുക്കും. നമ്മുടെ കുട്ടപ്പൻ കാക്കാഷിയുടെ അടുത്ത് ദയവ് ചെയ്ത് ആ ഒരു ലൈറ്റ്നിങ് ബ്ലേഡ് ടെക്നിക്ക് എനിക്കൂടെ പഠിപ്പിച്ചു തരുമോ, എന്റെ ചക്കര മാസ്റ്റർ അല്ലേ എന്നൊക്കെ പറഞ്ഞ് കാക്കാഷിയുടെ കാല് പിടിക്കുമ്പോ ഇവിടെ സാക്കുറ ആവട്ടെ സാസുകയുടെ അടുത്ത് കൊഞ്ചിക്കൊഴഞ്ഞ് നീ എന്നെ ആ ഒരു സാൻഡ് മോൺസ്റ്ററിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുത്തിയതിന് ഒരുപാട് താങ്ക്സ് എന്ന് പറയും. അതിന് സാസുക പറയും, നിന്നെ രക്ഷിച്ചത് ഞാനല്ല കുട്ടപ്പനാണ്. ഇത് കേട്ട് സാക്കുറ ചിരിക്കും, കാരണം കുട്ടപ്പന് ഒരു മോൺസ്റ്ററെ കഴിഞ്ഞ് കൂടുതൽ പവറോ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്ന് സാക്കുറ പറയുമ്പോൾ ഇവിടെ സാസുകയാവട്ടെ അവന്റെ കയ്യിലടിച്ച് സത്യം ചെയ്യും. പെട്ടെന്ന് അവള് ഷോക്കായിട്ട് കുട്ടപ്പനെ നോക്കി നിൽക്കുമ്പോൾ കാക്കാഷി കുട്ടപ്പനോട്, നീ ആദ്യം നിന്റെ കയ്യിൽ കുറച്ച് ചക്ര പവർ കൊണ്ടുവാ, എന്നിട്ട് ബാക്കി നോക്കാന്ന് കുട്ടപ്പനോട് പറയും. കുട്ടപ്പനാവട്ടെ അവന്റെ സർവ്വ പവറും എടുത്ത് ആഞ്ഞു മുക്കുമെങ്കിലും ഒന്നും തന്നെ നടക്കൂല. അങ്ങനെ സീന് ബ്ലാക്ക് ഔട്ട് ചെയ്തു വന്നാല് അന്ന് അവളുടെ ജീവൻ കുട്ടപ്പൻ രക്ഷിച്ചത് മുതലാണ് നമ്മുടെ പെണ്ണിന് അവനോടും ചെറിയൊരു സോഫ്റ്റ് കോർണർ. കട്ട് ചെയ്ത സാസുക ആവട്ടെ മത്സരിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാരണം അവന്റെ മനസ്സിൽ മുഴുവൻ കുട്ടപ്പൻ ആ ഒരു മോൺസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്ത രംഗങ്ങൾ മാത്രമാണ്. എങ്കിലും ഇതെങ്ങനെ കുട്ടപ്പനെ കൊണ്ട് സാധിച്ചു എന്നാണ് സാസുകയ്ക്ക് പിടികിട്ടാത്തത്. സാസുക എത്രയൊക്കെ കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തിട്ടും പുതിയ ടെക്നിക്സ് പഠിച്ചിട്ടും അവനെ കൊണ്ട് പിടിച്ചു നിൽക്കാനാവുന്നില്ല. കുട്ടപ്പന്റെ ഫൈറ്റ് കണ്ട് സാസുകയുടെ തന്നെ കിളി പറന്നുപോയി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുട്ടപ്പനോട് അവന് യാതൊരു ദേഷ്യവുമില്ല, അവന്റെ ദേഷ്യം മുഴുവൻ ഹിറ്റാച്ചിയോട് മാത്രമാണ്. സാസുക വീണ്ടും ആ വാശിയിൽ പ്രാക്ടീസ് തുടരുമ്പോൾ ഇവിടെ കിസുമയും ഹിറ്റാച്ചി ആവട്ടെ ദൂരെയുള്ള ആരെയോ നോക്കിയിട്ട് അവനെ അറ്റാക്ക് ചെയ്യാൻ സമയമായോ എന്ന് പരസ്പരം ചോദിക്കും. ഇപ്പൊ അവനുമായിട്ട് ഫൈറ്റിന് പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ അധോഗതിയായിരിക്കും, കാരണം അവൻ വേറെ ലെവലായിരിക്കുന്നുവെന്ന് അവർ രണ്ടുപേരും പരസ്പരം പറയും. നമ്മൾ ഒരുപാട് ആൾക്കാരെ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപക്ഷെ ജയിക്കാൻ കഴിയുമെന്ന് ഹിറ്റാച്ചി പറയും. ഇവരാരെക്കുറിച്ചാണ് ഈ പറയുന്നത് നോക്കുകയാണെങ്കിൽ അത് മറ്റാരുമല്ല, നമ്മുടെ കുട്ടപ്പനെയും മാമനെയും കുറിച്ചാണ്. ഇവിടെ കുട്ടപ്പനാവട്ടെ തുള്ളിച്ചാടി അവിടെയുള്ള മണിയൊക്കെ എടുത്ത് കളിക്കുമ്പോൾ നീ ആ മണിയെടുത്ത് കളിച്ച് എന്തെങ്കിലും ശാപം ദയവായിട്ട് വരുത്തി വെക്കരുതെന്ന് മാമൻ പറയും. അപ്പൊ കുട്ടപ്പൻ ചോദിക്കും, ഈ ഫോർത്ത് ഹൊക്കാകെ ആളെങ്ങനെയാണെന്ന്. അവൻ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്, മാത്രമല്ല വളരെ ലക്കിയും. ഇപ്പൊ നീയും എന്റെ സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നീ ഡബിൾ ലക്കി ആണെന്ന് നമ്മുടെ മാമൻ പറയും. എന്തോ എങ്ങനെ എന്ന് കുട്ടപ്പൻ ചോദിക്കുമ്പോ, ഓ നീ എന്നെ വലിയ കുറച്ചിലായിട്ട് വിചാരിച്ചോ, നിനക്കറിയില്ല എന്റെ ശക്തി, എനിക്ക് ട്രെയിനിങ് തന്നത് മറ്റാരുമല്ല
നിന്റെ പ്രിയപ്പെട്ട ഹൊക്കാഗെയാണ്. ആളുടെ ചുന്ദരൻ കുട്ടനായിരുന്നു ഞാനെന്ന് നമ്മുടെ മാമൻ പറയുമ്പോ ഇവിടെ കുട്ടപ്പന് അത് കേട്ട് കൺട്രോള് പോയിട്ട് ബെല്ലും പിടിച്ച് അവൻ ഉരുണ്ടടിച്ച് താഴെ വീഴും. ഇവൻ ഇങ്ങനെ ഒരു മണ്ടനാണല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ മാമൻ തലയ്ക്ക് കൈവെക്കുമ്പോ കാക്കാശി നമ്മുടെ കുട്ടപ്പന് ബെൽ ട്രെയിനിങ് കൊടുത്ത കാര്യം അവന്റെ ഓർമ്മയിൽ വരും. ബെല്ലിനു വേണ്ടി നമ്മുടെ കുട്ടപ്പൻ നടത്തിയ ഓരോരോ പരാക്രമങ്ങളും അവൻ രസകരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കും. ഇതിന്റെ എല്ലാം ലാസ്റ്റ് ആയിട്ട് അവൻ എന്നെ മരത്തെ കെട്ടിയിട്ടു എന്ന് കുട്ടപ്പൻ പറയുമ്പോ മാമന് മരത്തെ കെട്ടിയിട്ട കാര്യം പെട്ടെന്ന് ഓർമ്മ വരും. കട്ട് ചെയ്താ നമ്മുടെ ജിറയ്യ മാമനും ഇതുപോലത്തെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. 2 ബെല്ല് തേർഡ് ഹൊക്കാഗെ കൊടുത്തിട്ട് അത് രണ്ടും കളക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ജിറയ്യ മാമനോടും ഇപ്പൊ അവർ അന്വേഷിച്ചു പോകുന്ന ആ ഒരു ഹൊക്കാഗെ പെണ്ണിനോടും പറയും, ഇത് ഞാൻ തന്നെ പിടിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ അമ്മാവനാവട്ടെ ഇപ്പൊ കുട്ടപ്പൻ കളിക്കുന്ന അതേ പൊട്ടത്തരൊക്കെ കളിച്ച് ഓരോരോ മണ്ടത്തരത്തിൽ പോയി വീഴും. അങ്ങനെ അവസാനം നമ്മുടെ പെങ്കൊച്ച് ഈസി ആയിട്ട് ബെല്ല് രണ്ടും അടിച്ചെടുത്ത് നമ്മുടെ മാമന്റെ അടുത്ത് പോയിട്ട് സ്റ്റൈലായിട്ട് നിൽക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഫോർത്ത് ഹൊക്കാഗെയും നമ്മുടെ മാമനും ആവട്ടെ നല്ല രീതിയിൽ കലിപ്പടിക്കും. 1ന് 100 പറഞ്ഞ് 50 പറഞ്ഞ് വഴക്ക് മൂത്ത് വരുമ്പോ നമ്മുടെ ഹൊക്കാഗെ ആവട്ടെ അവരെ തടയും. മാമനെ മാറ്റി നിർത്തി നിനക്കെല്ലാത്തിനും ധൃതിയാണ്. ഒരു നിഞ്ചയ്ക്ക് നല്ല ബുദ്ധിയും അതുപോലെ തന്നെ ക്ഷമാശീലവും വേണം. ഒരിക്കലും നല്ലൊരു നിഞ്ച നിന്നെ പോലെയല്ല പെരുമാറേണ്ടത്. തീർച്ചയായിട്ടും നീ കുറച്ച് കാര്യങ്ങൾ ഒറോച്ചിമാറുവിന്റെ അടുത്തുനിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മുടിയമ്മാമന് അത് തീരെ ഇഷ്ടപ്പെടൂല. ഓ, നിനക്ക് എപ്പോഴും എന്നെ അവനുമായിട്ട് കമ്പയർ ചെയ്യാനാണ് പണി. ട്രാൻസ്പെറൻസി ജിപ്സു ഞാനല്ലേ ഏറ്റവും സൂപ്പറായിട്ട് യൂസ് ചെയ്യുന്നേ. ഞാൻ ട്രാൻസ്പെറൻസി ജിപ്സുവിന്റെ കാര്യമല്ല പറഞ്ഞത്. ചില കാര്യങ്ങൾ നീ അവനെ നോക്കി പഠിക്കാൻ മാത്രമാണ് പറഞ്ഞതെന്ന് ഹൊക്കാഗെ പറയും. തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈം ഞാൻ എൻ്റെ പവർ കാണിക്കുന്നൊക്കെ പറഞ്ഞു വീണ്ടും മാമൻ എന്തൊക്കെയോ ചെലച്ചോണ്ടിരിക്കും. അവന്റെ അന്നത്തെ പൊട്ടത്തരം ഓർത്ത് മാമൻ പൊട്ടിച്ചിരിക്കുമ്പോ ഇവിടെ കുട്ടപ്പൻ ചോദിക്കും, എന്തിനാ നിങ്ങൾ ചിരിക്കുന്നതെന്ന്. ഇത് മറ്റൊന്നുമല്ല, നല്ലൊരു മാസ്റ്ററിന് മാത്രമേ നല്ലൊരു ശിഷ്യനെ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ആ ബെല്ലിങ് താന്നും പറഞ്ഞ് നമ്മുടെ മാമനാവട്ടെ അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യും. കട്ട് ചെയ്ത ലീഫ് വില്ലേജിൽ ഇപ്പൊ നമ്മുടെ കാക്കാഷിക്ക് റെസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ഓൾറെഡി നല്ല ടയേർഡാണ്. പക്ഷെ അസുമയുടെ സംശയം അവർ ഒരുപാട് നാളുകൾക്ക് മുൻപ് തന്നെ ഗ്രാമത്തിലെത്തിയിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇതുവരെ കുട്ടപ്പനെ പിടിച്ചില്ല? മാത്രമല്ല കുട്ടപ്പനെ വളരെ ക്ലിയർ ആയിട്ട് ഹിറ്റാച്ചിക്ക് അറിയാം. അപ്പൊ അതുവഴി ആരോ നടന്നു വരുന്നത് കേട്ട് മൈഗൈ ആവട്ടെ എല്ലാവരോടും മിണ്ടാതിരിക്കാൻ പറയും. അപ്പൊ ദാണ്ട് കിടക്കുന്നു അടിവാതിലും തുറന്ന് കടവാവല് പോലെ നമ്മുടെ സാസുക. എന്തുപറ്റി കാക്കാഷി എന്താണ് ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോ മൈഗൈ ആവട്ടെ പ്രത്യേകിച്ചൊന്നുമില്ല, ആള് കൂർക്കം വലിച്ചുറങ്ങാണെന്ന് അവന്റെ അടുത്ത് പറയും. പക്ഷെ സാസുകയ്ക്ക് അപ്പൊ തന്നെ മനസ്സിലാകും അതിലെന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന്. വേറൊരു മണ്ടൻ വാതിലും തള്ളി തുറന്ന് ഹിറ്റാച്ചി ഇവിടെ വന്നല്ലേ, അവന് നറൂട്ടോ കുട്ടപ്പനെ കിട്ടിയോ എന്നൊക്കെ അവന്റെ അടുത്ത് ചോദിക്കും. ഇത് കേൾക്കേണ്ട താമസം നമ്മുടെ സാസുകയുടെ കലിപ്പ് അത് കേറി വരും. സാസുക കുട്ടപ്പനെ തേടി പോകുമ്പോ മൈഗൈക്ക് ദേഷ്യം വന്ന്, നീ എന്ത് പണിയാ കാണിച്ചേ, അവനിപ്പോ എല്ലാ കാര്യവും മനസ്സിലാക്കിയില്ലേന്ന് പറയുമ്പോ കുട്ടപ്പന്റെ വീട്ടില് നമ്മുടെ സാസുകയ്ക്ക് അവനെ കാണാൻ കഴിയില്ല. പകരം സാക്കുറെ കാണും. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് കുട്ടപ്പനെ തിരയാൻ ആരംഭിക്കും. സാസുക ആദ്യം ഓടിയെത്ത അവൻ എപ്പോഴും നൂഡിൽസ് തിന്നുന്ന ആ ഒരു ഹോട്ടലിലാണ്. അവൻ ജിറയ്യയുടെ കൂടെ അടുത്ത ഗ്രാമത്തിലേക്ക് പോയെന്ന് ഹോട്ടലിലെ സപ്ലയർ പറയുമ്പോ, ആര്, ജിറയ്യോ? അതാരാൻ ചോദിക്കുമ്പോ അദ്ദേഹം വലിയ ഗനീനാണ്, വെള്ള മുടിയൊക്കെയുള്ള ഒരു നല്ല മാമൻ. സോ സാസുകയ്ക്ക് ആളെ മനസ്സിലായില്ലെങ്കിലും നീണ്ട വെള്ള മുടി എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനൊരു ഗ്രാമത്തിലേക്ക് പോവും. അടിപൊളി ഗ്രാമം. ഇങ്ങനൊരു ഗ്രാമം നമുക്കും വേണം അല്ലേ ഫ്രണ്ട്സ്? മാമനും കുട്ടപ്പനും തെരുവീത്തിലൂടെ നടക്കുമ്പോ ഒരു ചുന്ദരി പെണ്ണ് അവിടേക്ക് വന്ന് ഇളിച്ചു കാണിക്കും. എവിടെയോ എന്തോ സംഭവിച്ച പോലെ നമ്മുടെ രണ്ടാൾക്കാരും അവളെ നോക്കി നിൽക്കും. മാമൻ പെട്ടെന്ന് തന്നെ ഒരു റൂമൊക്കെ എടുത്ത് കുട്ടപ്പനോട് അവിടെ പോയി പ്രാക്ടീസ് ചെയ്യാൻ പറയും. കുട്ടപ്പന് കലി കയറി താൻ കുഴിയിലേക്ക് കാല് നീട്ടിയിരുന്നിട്ടും തനിക്ക് മതിയായില്ലേ, ഇനി ഞാൻ കുറച്ച് എൻജോയ് ചെയ്യട്ടെ എന്ന് കുട്ടപ്പൻ പറയുമ്പോൾ ഇവിടെ സാസുക ആവട്ടെ അവനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പാവം കുട്ടപ്പൻ റൂമിലിരുന്ന് ബ്രഹ്മാണ്ട പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാസുക ഗ്രാമത്തിൽ വന്ന് കുട്ടപ്പനെ അരിച്ചു പെറുക്കുമ്പോ ഇവിടെ മാമനാവട്ടെ പെണ്ണുമായിട്ട് കൊഞ്ചിക്കൊഴയാണ്. കട്ട് ചെയ്ത സാസുക ആ നാട് മുഴുവൻ നടന്ന് ഹോട്ടൽസ്, റെസ്റ്റോറന്റ് എല്ലാത്തിലും കയറി ഇറങ്ങി മുടിയുള്ള ഒരു അമ്മാവൻ, ഒരു കുട്ടപ്പൻ ഇവരാരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചു കൊണ്ടേയിരിക്കും. കുട്ടപ്പനാവട്ടെ പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് ക്ലൗൺസിനെ ഉണ്ടാക്കി അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. അങ്ങനെ കുറെ കഷ്ടപ്പെട്ട് നമ്മുടെ സാസുക ആവട്ടെ റൂമിൽ പോയി മുട്ടുമ്പോ, 'കുട്ടപ്പൻ ചാടി എഴുന്നേറ്റ് ദാ വരുന്നു, 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ഡോർ തുറക്കാൻ പോകും. 'കുട്ടപ്പൻ, 1 മിനിറ്റ്' എന്ന് പറഞ്ഞ് ഡോർ തുറക്കുമ്പോ, 'കുട്ടപ്പൻ, 1 മിനിറ്റ്' എന്ന് പറഞ്ഞ് ഡോർ തുറക്കാൻ പോകും. 'കുട്ടപ്പൻ, 1 മിനിറ്റ്' എന്ന് പറഞ്ഞ് ഡോർ തുറക്കാൻ പോകും. 'കുട്ടപ്പൻ, 1 മിനിറ്റ്' എന്ന് പറഞ്ഞ് ഡോർ തുറക്കാൻ പോകും.
ഡോറ് തുറക്കുമ്പോ നമ്മുടെ സാസുക കാണുക മഞ്ഞ മുടിയുള്ള ഒരു ചെറിയ ചെക്കനെയും ഒരു വയസ്സിന് അപ്പാപ്പനെയും ആയിരിക്കും. അതായത് കുട്ടപ്പൻ ഈ ഹോട്ടലിലും ഇല്ല. അപ്പൊ കുട്ടപ്പൻ ആർക്കാണ് വാതിൽ തുറന്നു കൊടുത്ത് നോക്കുകയാണെങ്കിൽ സാക്ഷാൽ ഹിറ്റാച്ചിക്ക്. അവന്റെ ശരീരം കണ്ണു കണ്ട് നമ്മുടെ കുട്ടപ്പൻ പേടിച്ച് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.